ജോൺസൺ, ഒരിക്കൽ നീ എന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ വെറുതെ വിടുന്നത്. ബാബുവിന്റെ ജീവന് ഞാൻ പകരം വെച്ചത് എന്റെ മകന്റെ ജീവനാണ്. എന്തിനാണെന്നോ? ഇതിനുള്ളിൽ അകപ്പെട്ടവൻ രക്ഷപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇവനുമുണ്ട്. Don't repeat it. You understand? Sorry, sir. സാറ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. കച്ചവടം കഴിഞ്ഞ് കടയടയ്ക്കാൻ നേരത്ത് അവന്മാർ വരും. ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കടയിലുള്ള സാധനങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ അവർ ഞങ്ങളെ കൈവയ്ക്കാനും മടിക്കില്ല. ഇതിനു മുൻപ് നിങ്ങൾ പരാതി ഒന്നും കൊടുത്തില്ലേ? ദൊരേങ്കര പേരെ കേട്ടാലേ ഊരെ നടുങ്ങും സാർ. പോലീസിനും പട്ടാളത്തിനും പേടിയില്ലാത്ത ആൾക്കാരാ സാറേ. പോലീസിന് പേടിയില്ലാത്ത റൗഡികളോ? അവന്മാര് വന്ന ഇനി കാശൊന്നും കൊടുക്കരുത്. അവന്മാർ എവിടെ ഉണ്ടാവും? എത്ര പേരുണ്ടാവും? നേതാവ് ദൊരയാ. 2 ചിങ്കടികൾ ഉണ്ടായിരിക്കും. എപ്പോഴും മാർക്കറ്റിൽ തന്നെ കാണും. ശരി, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ വരുന്നുണ്ട്. മഹേശ്വര, നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഐക്യാവാൻ ആഗ്രഹമുള്ള നീ ആണോടാ 3 അല്പന്മാരെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഐക്യാവുണ്ടല്ലേ? അതിന് ഞാൻ അവരോട് ഏറ്റുമുട്ടി എന്റെ കൈ കാലൊടിച്ചു. ഫൂൾ, നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ 5 കഷ്ണമാകുമടാ. കടത്തനാടൻ കളരിയിൽ കച്ച കെട്ടി പയറ്റിയതല്ലടാ നീ. അതൊക്കെ ശരി. ഏതാണോ ശരിയല്ലാത്തത്? ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും, പ്രൊമോഷൻ കിട്ടും. അങ്ങനെ നീ അയച്ചോ? പക്ഷേ എന്ത് പക്ഷേ? ഇതിനൊന്നും ധൈര്യമില്ലെങ്കിലേ ജോലി രാജിവെച്ച് കൈവണ്ടി വരിക്കാൻ പോകും. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. കഴിവില്ലാത്ത കഴുതകളെ കളിയാക്കിയേ പറ്റൂ. ഞാൻ കഴിവില്ലാത്തവനാണോ? കാണണം കാണണം. दो हैंडकप 3 आदमी.
എങ്ങനെയുണ്ട്? താങ്ക് യു. കണ്ടോ ഇപ്പോഴെന്ത് പറയുന്നു? സമ്മതിച്ചിരിക്കുന്നു. മിടുക്കൻ. പറഞ്ഞില്ലേ ശ്രീദേവി അമ്മേ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ മകനാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. നിനക്ക് എന്റെ പിറന്നാൾ സമ്മാനം. എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്കുക. അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലേക്കുള്ള ജമ്യം കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്? എവിടെ? ഞാൻ കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? ഇവർ തമ്മില് നല്ല ചേർച്ചയാണ്. നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല. ഞാനിതൊന്ന് മാറ്റിയിട്ട് വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. അതെന്റെ ജീവനതുല്യം സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി കല്യാണം കഴിച്ചോ. ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണോടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എന്നാലും നിന്റെ ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വലുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളും പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആനത്ത് മുളവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. ഓ പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവും അല്ല.
ഞാൻ എന്ത് ചെയ്യും? ഇതേ വിഷന്ന് ജീവൻ പോകുന്നു. മോനെ, എന്തോ കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി. ഇനി സിറ്റി മുഴുവൻ ഉറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരുണ്ട്. അവന്റെ പുറകെ പോണം. നേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ടാ, എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി. ലാൽ, ഡാഡി. ലിസൺ. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്ക് നിർമ്മാണ കമ്പനിയുടെ ലോക്കറുകളാണ് ബാങ്കിനുള്ളത്. അത് നമ്മൾ തുറക്കണം. എങ്ങനെ? നോ ക്വസ്റ്റ്യൻസ്. യു ഫൈൻഡ് ഔട്ട് സംബഡി. ദാറ്റ് ഇസ് യുവർ ഡ്യൂട്ടി. ഈ വരുന്ന 15-ാം തീയതി ഇന്റർനാഷണൽ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഈ വഴി കടന്നുപോകും. അതിലൊരു കാർ ഇവിടെ എത്തണം. അതിനെ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. ഡാഡി. നിന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഡാഡി. എക്സ്ക്യൂസ് മീ, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഐ വിൽ ഗിവ് യു എ ബെറ്റർ ജോബ്. യു കം ടു മൈ ഓഫീസ് ടുമോറോ. ബൈ. Okay, you fix it. ലാൽ, I'll call you later. മദ്രാസ് girl is coming. Be careful. കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക. Take your seat. താങ്ക് യു. Thank you for your kind visit. കുടിക്കാൻ എന്താണ് വേണ്ടത്? സംതിങ് ഹോട്ട്? നോ താങ്ക്സ്. എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? പറയാം. One second. ഇന്റർനാഷണൽ കാർ റേസ് റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന കാറാണിത്. ഈ കാറ് ഇവിടെ എത്തണം. ഏറ്റു. എത്ര രൂപ പ്രതിഫലം വേണം? Come on, tell me. എത്ര തരും? 50,000. 50,000. 1 lakh. 2 lakhs. നോ, Come on, tell me. ജസ്റ്റ് 5 lakhs. 5 lakhs. അതെ, നിങ്ങൾക്ക് വേണ്ടത് കാറല്ലല്ലോ, അതിനുള്ളിലെ ഡയമണ്ട് അല്ലേ? എത്ര രൂപ അഡ്വാൻസ് ആയിട്ട് വേണം? അഡ്വാൻസ് ആവശ്യമില്ല. കാർ ഇവിടെ വരുമ്പോൾ സിംഗിൾ പേയ്മെന്റ്. ഓക്കെ? ഓക്കെ. ദെൻ ഷോ മീ ദ കാർ. Hurry up.